അപ്പോൾ അതാ നമ്മൾ ഏലപ്പാറ വഴി വാഗമൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൂം എടുക്കാൻ വേണ്ടി ഒരു റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും ബുക്കിംഗ് ആയത് കാരണം നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റിസോർട്ട് അടിപൊളിയാണ്. ഇവിടെ കുറച്ച് ഹട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മതിയല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എല്ലാം ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കിറ്റ് മാറി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകയാണ്. അവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു അടിപൊളി ഒരു റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും ഫിദയും കൂടെ കുറച്ച് നേരം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂട്, ഒരു ഹ്യൂമിഡിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എവിടെ ഇരുന്നാലും വെയിലാണെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വെയിൽ കൊള്ളാനും തോന്നുന്നുണ്ട്. കാരണം നല്ല തണുപ്പ് കിട്ടുന്നതുകൊണ്ട് അവന്മാരൊക്കെ നല്ല കൂളായിട്ട് കുറേ നേരം ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ റൂമൊക്കെ കയറി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. പിന്നെ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചതിന് ശേഷം എല്ലാവരും കൂടെ നീണ്ട് പറഞ്ഞ് കയറി കിടക്കുകയാണ്. മൈക്കൊക്കെ കൊണ്ട് നിൽക്കുക, പാട്ടും ഗാനമേളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫിദ ഓടിക്കണ്ട് ടി വി ആണെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ടി വി ഇല്ലായിരുന്നു. അങ്ങനെ കൊച്ച് വളരെ കാര്യത്തോടുകൂടി ചമ്മിയിട്ട് കുഞ്ഞാ ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരും, കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളടുത്ത് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദാണ്ടെ പൊതിച്ചോറും ഒക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.